ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ നാണം കെട്ട് നിൽക്കുക ഈ സമയം. ഓഹോ, അപ്പം നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചു വരുത്തിയത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാം കള്ളത്തരമാണെന്ന് പറയിക്കാനാണോ? അത് കേട്ടതും എന്തായാലും അറിഞ്ഞ സത്യങ്ങൾ അറിഞ്ഞല്ലേ പറ്റൂ, പറഞ്ഞല്ലേ പറ്റൂ. എല്ലാം കള്ളത്തരങ്ങളും ഇങ്ങനെ ഒളിച്ചു വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അനാമികെ. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അത് കേട്ടതും എന്തായാലും ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസമാണ് വേണ്ടത്. പരസ്പരം വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അതിനോടൊപ്പം നിന്നിട്ട് കാര്യമൊന്നുമില്ല. ആ ജീവിതത്തെ മുറുക്കെ പിടിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇനി എൻ്റെ മോൾ ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോകുക. അത് കേട്ടതും അങ്ങനെ അങ്ങോട്ട് പോകണ്ട. അല്ല, നിങ്ങളെന്തിനാ ഇവരുടെ വാക്ക് കേട്ട് പോകാൻ നിൽക്കുന്നത്? എനിക്ക് നിങ്ങളാ വലുത്. എൻ്റെ മരുമോൾ ഇവിടുന്ന് പോകണ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും എന്നും ജാനകി. അത് കേട്ടതും വേണ്ട ജാനകി, നിന്നോട് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. ചെയ്യുന്നത് തെറ്റ് മുഴുവനും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് ഇവരാ. അങ്ങനെയുള്ളപ്പോൾ ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഇവിടെയുള്ളവരുടെ മുൻപിൽ നിന്ന് എൻ്റെ മോളെ ഇനി രക്ഷിക്കണം. കാരണം സംശയത്തോടെയും കുറ്റബോധത്തോടെയും അവരെൻ്റെ മോളെ നോക്കുമ്പോൾ എനിക്കതിൻ്റെ പേരിൽ നല്ല സങ്കടമുണ്ട് ജാനകി. എൻ്റെ മോള് ഒരു തെറ്റും ചെയ്യാതെയാ നിങ്ങളൊക്കെ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നത്. അവളോട് എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. സാരമില്ല, ഒരു കുടുംബമാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിശ്വാസം വേണം. അല്ലാതെ പരസ്പരം ദേഷ്യപ്പെട്ടും വഴക്കിട്ടും കുത്തും കൊലയൊക്കെ ആയിട്ട് നടന്നാലേ ഒരു കാലത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തുകൊണ്ടും എൻ്റെ മോളൊരു പാവമായതുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ അവളെ വേദനിപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മോളെ വേദനിപ്പിച്ചതിനൊക്കെ എനിക്ക് നിങ്ങളോട് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ വേണ്ട, മൂർത്തി സാറിനെയും മുത്തശ്ശിയെയും കുറിച്ച് ഓർത്തിട്ടാ ഞാൻ ഒന്നും മിണ്ടാതെ പോകുന്നത്. വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അനന്തപുരിയിൽ നിന്നും അനാമികയുടെ കൈ പിടിച്ചുകൊണ്ട് വേണുവും രേവതിയും അവിടെ നിന്നും പോവുകയാണ്. ഈ സമയമാണെങ്കിൽ ജാനകിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം കൊണ്ട് വരിക. എന്നാലും നിങ്ങളാരും ചെയ്തത് ശരിയായില്ല. എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും മാത്രം നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? ഞാനിത് അച്ഛനോടും അമ്മയോടും പറയും. ജാനകി, ഞങ്ങളാരും അവളെ പറഞ്ഞു വിട്ടിട്ടില്ല. നടന്ന സംഭവങ്ങൾ സത്യമാണോ ഇല്ലയോ എന്ന് ചോദിച്ചു. അത് ഇത്ര വലിയ തെറ്റാണോ? അവളെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, നെക്ലസ് പോയതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അവളുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന്. എന്നിട്ട് ആ നെക്ലസ് ഏത് വഴിയിലൂടെയാണ് തിരിച്ചു വന്നതെന്ന് അറിയാലോ. ഇതൊക്കെ അവളുടെ അടവാ. ആ നന്ദുവിൻ്റെ, ആ മൊട്ടത്തലച്ചിയുടെ. അവൾ വലിയ SI ആയപ്പോൾ നിങ്ങളുടെയൊക്കെ കൂറ് മാറിയില്ലേ? SI ആയ ഒരുത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ മരുമകൾ അനാമികയായിരിക്കും. അനാമികയല്ലാതെ വേറെ ഒരാളും ഈ വീടിൻ്റെ പടികടന്ന് വരാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോന, അവൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം അവകാശം എനിക്കുണ്ട്. ജാനകി, ഞങ്ങൾ ഒരിക്കലും അനാമികയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയും കൂടെ അവളെ സ്വന്തം ഇഷ്ടത്തിന് കൂട്ടിക്കൊണ്ടു പോയതാ. അങ്ങനെയുള്ളപ്പോൾ നീ ഞങ്ങളെ പഴിക്കുന്ന എന്തിനാ? സ്വന്തം ഇഷ്ടത്തിന് കൂട്ടിക്കൊണ്ടു പോയതാണോ ഏട്ടത്തി? നിങ്ങളൊക്കെ കൂടെ അവരെ പറഞ്ഞ് പ്രേരിപ്പിച്ചതല്ലേ? അനാമിക ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളിത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവളുടെ ഉപദേശം കേട്ട് ഏട്ടത്തിയും കൂടെ കൂട്ടുനിന്ന് എൻ്റെ മോൻ്റെ ജീവിതം തകർത്ത് അനാമിക അവൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ട് ആ മൊട്ടത്തലച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാണ് വിചാരമെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. ഈ ജാനകി ജീവിച്ചിരിക്കുമ്പോൾ അതിനെ അനുവദിക്കുകയില്ല എന്നും തറപ്പിച്ച് പറയുക. ഇത് കേട്ടതും ജാനകി, നിന്നോട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ല എന്നറിയാം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ അവളെ ഇറക്കി വിട്ടിട്ടില്ല. ഇനി ഞങ്ങൾ കാരണമാണ് അവൾ പോയതെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ പോരെ? അത് കേട്ടതും നമ്മുടെ നയന, വേണ്ടമ്മേ, അമ്മ പോയി അവളുടെ മുൻപിൽ തല കുൻപിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേട്ടതും ജാനകി, നിനക്ക് എന്താടി പ്രശ്നം? ഏട്ടത്തിയല്ലേ പോകാനായിട്ട് കാരണം? അതുകൊണ്ട് ഏട്ടത്തി എന്നെ വിളിച്ചുകൊണ്ട് വരണം. ഇതെൻ്റെ വാശിയാ. സാരമില്ല നയന മോളെ, ഞാൻ പോയി കൊണ്ടുവന്നോളാം. എനിക്കതിൽ നാണക്കേടൊന്നുമില്ല. ഒരു പ്രാവശ്യം ഒന്ന് താഴ്ന്നു കൊടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും അനാമിക തെറ്റുകാരിയാണെങ്കിൽ അതവർ ദൈവം തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി മുറിയിലേക്ക് പോവുക. ഈ സമയം ജാനകി നയനയോട്, എല്ലാം നിൻ്റെ കുടില ബുദ്ധിയാണെന്ന് എനിക്കറിയാടി. നിൻ്റെ തല മുഴുവനും കുനിഷ്ട്. എൻ്റെ അനാമിക മോളെ പറഞ്ഞു വിടാൻ വേണ്ടി നീ മനഃപൂർവ്വം കളിച്ച കളിയല്ലേ? നീയും നിൻ്റെ അനിയത്തിയും കൂടെ കള്ളക്കേസ് ഉണ്ടാക്കി അനാമിക മോളുടെ അച്ഛനെ കൊടുക്കാൻ നോക്കിയതല്ലേടി? സമ്മതിക്കില്ല ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ മരുമോൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ലടി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ജാനകി ഈ വീട്ടിൽ ജീവനോടെ ഉണ്ടാവില്ല. മനസ്സിലായോടി നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് മുകളിലേക്ക് പോവുക. അപ്പോൾ ആദർശ്, എന്താ നയന ഇതൊക്കെ? ഇവരൊക്കെ എന്താ ഇങ്ങനെ? സത്യം മനസ്സിലാക്കാൻ ഇവർക്കൊക്കെ എന്താ ഇത്ര ബുദ്ധിമുട്ട്?
എനിക്കറിയില്ല ആദർശേട്ടാ, ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. തന്നെത്താൻ ഓരോന്ന് അനുഭവം കടന്നു വരുമ്പോഴേ മനസ്സിലാവും. പഠിക്കട്ടെ, സ്വന്തം മോൻ്റെ കാര്യം നോക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആദർശേട്ടാ, വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടരും പോയി. ഈ സമയമാണെങ്കിൽ അനി ഭയങ്കര സന്തോഷത്തിലാണ്. അനാമിക ഇറങ്ങിപ്പോയതിൻ്റെ സന്തോഷം അനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ, ഞാനിപ്പോൾ മാനത്തും മരത്തിലും പിടച്ചു കയറും എന്ന മട്ടില്ല അനിയുടെ നടപ്പൊക്കെ. 1 കിലോ കേക്കും മേടിച്ചുകൊണ്ട് നമ്മുടെ നന്ദുവിൻ്റെയും അനിയുടെയും കൂട്ടുകാർക്കിടയിലേക്ക് ചെന്നു. എടാ, ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാടാ. അതെന്താ, നന്ദു നിന്നെ കെട്ടിക്കോളാന്ന് പറഞ്ഞോ? അത് കേട്ടതും ഒന്ന് പോടാ, അവൾ അങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്താടാ ഇത്ര ഹാപ്പി? എടാ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലയിൽ കയറിയിരുന്ന ഒരു വലിയ ഭാരം, പാറക്കല്ല് ഞാനെടുത്ത് എറിഞ്ഞു. അത് കേട്ടത് എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ലടാ, എനിക്ക് മാത്രമേ മനസ്സിലാവൂ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കല്ല. ആ കല്ല് എറിഞ്ഞു കളഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കല്ലോ, അതായത് തലയിൽ തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച കല്ലല്ല, എറിഞ്ഞു കളയണമെന്ന് ആഗ്രഹിച്ച കല്ല്. ആ കല്ല് അങ്ങ് എറിഞ്ഞു കളഞ്ഞപ്പോൾ ആശ്വാസമായി എന്നാണ് ഉദ്ദേശിച്ചത്. അത് കേട്ടതും ഇവനെന്താ തലയ്ക്ക് വട്ടായോ? വട്ടല്ലടാ, സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നൊരു പിടിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, അനാമികയുണ്ടല്ലോ, ആ രാക്ഷസി, അവൾക്ക് എന്താടാ പറ്റിയേ? അവൾക്കൊന്നും പറ്റിയില്ല. ഇന്നെൻ്റെ വല്യമ്മയും എൻ്റെ ഏട്ടത്തിയും ഏട്ടനും ഒക്കെ കൂടെ ചേർന്ന് അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും അങ്ങ് പടിയിറക്കി വിട്ടു. അത് കേട്ടതും സത്യമാണോടെ ഈ പറയുന്നേ? അതേന്നേ, സത്യമാണ്. അവൾ എൻ്റെയും അനിയുടെയും പേരിൽ സ്ഥലം മേടിച്ചു എന്നൊക്കെ, എൻ്റെയും അനാമികയുടെയും പേരിൽ സ്ഥലം മേടിച്ചു എന്നൊക്കെ അവളുടെ അച്ഛൻ പറഞ്ഞില്ലേ? അതൊക്കെ പച്ച കള്ളമാണ്. പിന്നെ അത് മാത്രമല്ല, നെക്ലസ് മാല കാണാതെ പോയതിൻ്റെ പേരിൽ നന്ദുവിൻ്റെ കുടുംബത്തിലുള്ളവരെ കുറ്റപ്പെടുത്തിയില്ലേ? അതൊക്കെ സത്യമല്ല, അതൊക്കെ കള്ളമാണെന്ന് തെളിയിച്ചു എൻ്റെ നന്ദു. അതുകൊണ്ടേ എല്ലാം കൊണ്ടും അവൾ ക്രിമിനലാണെന്ന് എൻ്റെ വീട്ടിലുള്ളവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇറങ്ങിപ്പോയി. ഇനി അവൾ തിരിച്ചു വരുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷെ അങ്ങനെ വന്നാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേടാ? അതെ, വരാതിരിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന. പക്ഷേ പോയ അത്രയും ദിവസം എനിക്ക് സമാധാനം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേക്ക് മേടിച്ചുകൊണ്ട് വന്നത്. ഇന്ന് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി എന്നേക്കുമായി ഡിവോഴ്സ് വന്ന് അവൾ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ കൂടെ ഞാൻ കേക്ക് മുറിച്ച് ആഘോഷിക്കും. അത് കേട്ടതും എടാ, അങ്ങനെ അവൾ ഇറങ്ങിപ്പോകാൻ എന്തെങ്കിലും ഒരു വഴിയില്ലടാ? എന്ത് വഴി? അവൾ കണ്ടവന്മാരോടൊപ്പം ചുറ്റുന്നവനാണെന്ന് പോലും തെളിവ് സഹിതം ഞാൻ കൊടുത്തിട്ടും എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് അവളെ അവിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ജീവിതം തകർത്തുകൊണ്ടാണ് അവൾ ആണുങ്ങളോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തിയെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിക്കുന്നില്ല. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനടാ? അവൾ പോട്ടെ, മൊത്തത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയാൽ അത്രയ്ക്ക് സന്തോഷം. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. കേക്ക് മുറിക്കണോ, ബിരിയാണി മേടിച്ചരാടാ നിങ്ങൾക്ക്, വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഭയങ്കര ത്രില്ലില്ല. അനാമിക ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അനാമിക കടന്നു വന്നാൽ തൻ്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെടും. കേക്ക് മുറിച്ച് ഞാനിനി സന്തോഷം കൊണ്ട് താഴെ നിൽക്കില്ല. എടാ, ഇങ്ങനെ സന്തോഷിക്കണ്ടേ? എനിക്ക് വിശ്വാസമൊന്നുമില്ല അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അവളെന്തായാലും നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് പൈസ തട്ടാനാണല്ലോ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയല്ലേടാ, ഞാൻ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേക്ക് മുറിക്കാനുള്ള ഇൻട്രസ്റ്റ് പോവും. പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ ഈ കേക്ക് മുറിക്കും. അത്രയ്ക്ക് നാണം കെട്ട അവളുടെ അച്ഛൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അല്ലടെ, എന്തായിരുന്നു കാരണം? വേറൊന്നുമല്ല, അവളുടെ പേരിൽ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്ഥലമുണ്ടല്ലോ, അതെ അവളുടെ പേരിലല്ല, അതേതോ അമേരിക്കക്കാരൻ്റെ പേരിലാണ്. അതിന് കിരണേട്ടനോട് വേണം എനിക്ക് നന്ദി പറയാൻ. കിരണേട്ടനോ? അതാരാ? അത് ആദർശേട്ടൻ്റെ കൂട്ടുകാരനാ. കിരണേട്ടൻ വലിയ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരാ. RS കൺസ്ട്രക്ഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഓണറാ. അവിടുത്തെ ഓണർ ആദർശൻ്റെ കൂട്ടുകാരനാണോ? അതെ, പിന്നെ നയനേടത്തിയുടെയും കൂട്ടുകാരിയാ കിരണേട്ടൻ്റെ ഭാര്യ കല്യാണി ചേച്ചി. എന്നാൽ പിന്നെ കുഴപ്പമില്ല. കിരണേട്ടനാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് അന്വേഷിച്ച് അത് വേണുവിൻ്റെ പേരിലല്ല എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവർക്കാണ് വലിയ നന്ദി പറയേണ്ടത്. പക്ഷെ അത് നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് സങ്കടത്തിലാണ്. എന്നാലും കുഴപ്പമില്ല, ഇന്ന് നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാം എന്നൊക്കെ പറയുക. ഈ സമയം ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലിരിക്കുക. അപ്പോഴേക്ക് നയന ചെന്നു. എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നും പറയണ്ട മോളെ, ഇപ്പം കുറ്റം എൻ്റെ തലയിലായി. എന്ത് ചെയ്യാനാ? അവളൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തു. അത് ഇത്ര വലിയ തെറ്റാണോ? സാരമില്ലമ്മേ, ഇപ്പോൾ ഇളയമ്മയ്ക്ക് സത്യങ്ങളൊന്നും അറിയില്ല. അനാമിക ഒരു പഠിച്ച കള്ളിയാണ്.
അവൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നത് അനിയുടെ ജീവിതം തകർക്കാനും നമ്മുടെ കുടുംബത്തിലെ സ്വത്ത് അച്ഛനും അമ്മയും അവളെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. സത്യം പറഞ്ഞ അവൾ കണ്ടവന്മാരുടെ കൂടെ ചുറ്റി നടക്കുന്നവളാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവളെ പറഞ്ഞു വിടേണ്ടതായിരുന്നു. പിന്നെ അനിയുടെ ജീവിതം, അവന് ഈ ജീവിതത്തോട് ഒട്ടും താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തിയിട്ട് കാര്യമൊന്നുമില്ലമ്മേ എന്നൊക്കെ പറയണം. അത് ശരിയാ മോളെ. പക്ഷെ എന്തായാലും ജാനകി എന്നെയല്ല കുറ്റക്കാരിയാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്കിതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സങ്കടം വരുമോ മോളെ? ഞാൻ പോയി മാപ്പ് പറഞ്ഞവരെ കൂട്ടിക്കൊണ്ട് വന്നാലോ? എനിക്കതിനോട് യോജിപ്പൊന്നുമില്ല. പിന്നെ ഇനി ഇളയമ്മയെ ബോധിപ്പിക്കാൻ അമ്മ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ കുറ്റം മുഴുവനും അമ്മയുടെ തലയിൽ വരും. അതേ മോളെ, കുറ്റം എൻ്റെ തലയിൽ വരുമെന്നുള്ളൊരു ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി പോകാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന അനാമികയും വേണുവിനെ രേവതിയാ. ഷോ, എന്നാലും വല്ലാത്തൊരു കഷ്ടപ്പാടായി പോയല്ലോ വെച്ചാ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതേ മോളെ, ഷോ, എന്നാലും ആ സ്ഥലം നമ്മുടേതല്ലാന്ന് ഇത്ര പെട്ടെന്ന് അവരറിഞ്ഞു. ഓഹ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എല്ലാം സഹിച്ചു കഴിഞ്ഞല്ലേ പറ്റൂ. ഇനി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇനി നമുക്ക് ആ പ്രതീക്ഷകളൊന്നും വേണ്ട. എന്നാലും ഇത്രയും വിചാരിച്ചില്ല, ഇത്ര പെട്ടെന്ന് ആദർശൻ അതിനെയും കൂടെ എല്ലാം കണ്ടുപിടിക്കുമെന്ന്. ഞാനൊരു സത്യം പറയാലോ അച്ഛാ, എന്തൊക്കെ സംഭവിച്ചാലും ആ നന്ദു അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരിയിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ കടിഞ്ഞാണിടും. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ ആ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ല. അതെന്നെ തോൽപ്പിക്കുന്നതിന് തുല്യ. അച്ഛാ, ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെ സ്വത്തോ പണമോ ഒന്നും അനന്തപുരിയിൽ നിന്ന് കിട്ടില്ല. ആ കിളവനും കിളവയ്ക്കും നമ്മളോട് വലിയ താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ആ കിളവനെയും കിളവിയെയും വിശ്വസിപ്പിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണം. ഇനി അത് പറ്റില്ലല്ലോ മോളെ. നീ കള്ളിയാണെന്ന് അവിടെയുള്ളവർ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ ആകെപ്പാടെ നിനക്കുള്ള സപ്പോർട്ട് ജാനകിയുടേതാ. ജാനകിക്ക് ഒറ്റയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമോ ഇല്ല എന്നും പറയാം. അത് കേട്ടതും നമ്മുടെ ഇതാണെങ്കിൽ അനാമികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കും. പക്ഷേ ഞാൻ കരുതിയത് ഇനി കുറച്ച് സ്വർണ്ണമൊക്കെ തട്ടിയെടുത്തിട്ട് ഞാൻ സ്നേഹിക്കുന്ന ചെറുക്കനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാമെന്നാ. ഇതിപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി. ഒരു സ്വർണം പോലും മേടിക്കാൻ പറ്റിയില്ല. സാരമില്ല മോളെ, അത്യാവശ്യത്തിന് കിട്ടിയല്ലോ, അത് മതി. എന്തായാലും ഇനിയിപ്പോൾ ആ വീട് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല. നിന്റെ ജീവിതം നന്നാക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് വേണു ഉപദേശിക്കുക. ഈ സമയം ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ അനാമിക ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം. അപ്പോഴേക്കും ദേവയാനിയുടെ കാറ് കണ്ടു. കാറ് വന്നതും നമ്മുടെ അനാമിക വരുന്നുണ്ട്. വലിയമ്മ, മോളെ, അവരെ വെറുതെ വിടരുത്. നമ്മുടെ വീട് തേടി വന്ന സ്ഥിതിക്ക് നീ തന്നെ അവർക്ക് നല്ല മറുപടി കൊടുക്കണം. അവിടെ വെച്ച് നിന്നെ ഒരുപാട് അപമാനിച്ചതല്ലേ, അതിനൊക്കെയുള്ള മറുപടി ഇപ്പം നീ കൊടുക്കണം. ഞാൻ കൊടുക്കും അച്ഛാ, കൊടുക്കും. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും തിരിച്ച് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള അടവൊക്കെ നീയും പയറ്റണം മോളെ. ശരി അച്ഛാ എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ദേവയാനി വന്നതും നമ്മുടെ വേണു, വാ ദേവയാനി ഇരിക്കും. വലിയമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ എന്നും. അനാമിക, എന്താ മോളെ, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ? വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല വലിയമ്മ ആ നയനയുടെ വാക്ക് കേട്ടല്ലേ ഓരോന്ന് പറയുന്നത്. അത് ശരിയല്ല. അതെന്താ ശരിയല്ലാത്തത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല വല്യമ്മ. പക്ഷെ വല്യമ്മ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല മോളെ. നിന്റെ അച്ഛനാ നിന്നെ അവിടെ നിന്ന് പിടിച്ചു പൊളിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ അങ്ങോട്ട് തിരിച്ചു വരണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. തെറ്റൊക്കെ പറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല, അതൊക്കെ മറന്നു. പക്ഷെ ഇനിയൊരു തെറ്റ് ചെയ്യാതെ നീ സൂക്ഷിച്ചാൽ മതി. അത് കേട്ടത് വേണ്ട വല്യമ്മേ, എനിക്കിനി അങ്ങോട്ട് വരണമെന്ന് തീരെ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? എന്നെ അവിടെ ആർക്കും ഇഷ്ടമല്ല. കഴുത്തി താലി കെട്ടിയവൻ പോലും എനിക്ക് സപ്പോർട്ടില്ല. അപ്പം പിന്നെ ഞാനവിടെ കടിച്ചു തൂങ്ങുന്ന എന്തിനാ വല്യമ്മേ? മോളെ, നീ അങ്ങോട്ട് വരണം. നീ അവിടെ ഇല്ലാത്തത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സങ്കടം. അറിയാലോ, ഒരാളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിരിയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും. അതുകൊണ്ട് അച്ഛനും അമ്മ അറിയുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് വാ. ഇല്ല വല്യമ്മേ, ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് തന്നെ വാശിയില്ല. അനി വന്ന് വിളിക്കട്ടെ എന്ന് ഞാൻ വരാം. അവൻ നിന്നെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ മോളെ? ജാനകി വരും, പക്ഷെ ഒരിക്കലും അനി വരില്ല. അവൻ നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോണേന്ന് പറഞ്ഞ് നടക്കുക. അതുകൊണ്ടാണ് വല്യമ്മ പറഞ്ഞാൽ ഞാൻ വരുന്നില്ല എന്ന്. എന്തിനാ കല്യാണം കഴിച്ച് ജീവിക്കുന്നേ? അനന്തപുരിയിലെ സ്വത്തും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാനോ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചാലേ ഭർത്താവിൻ്റെ സ്നേഹവും പരിചരണവും ആഗ്രഹിക്കുന്നത്. അത് കിട്ടാത്ത സ്ഥിതിക്ക് എനിക്ക് അവിടെ നിൽക്കേണ്ട ഒരാവശ്യമില്ല വല്യമ്മ. എനിക്ക് നിങ്ങളുടെ ഒന്നും സ്നേഹമല്ല, അനിയുടെ സ്നേഹമാണ് കിട്ടേണ്ടത്. അതവൻ തരുന്നില്ല. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നല്ലേ നല്ലത് എന്നൊക്കെ പറയണത് കേട്ടതും നമ്മുടെ വേണു, ദേവയാനി മോള് പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഇപ്പം മോളെ വാശി പിടിപ്പിക്കണ്ട, ദേവയാനി പോയിക്കോ. അത് കേട്ടതും മോളെയും കൊണ്ട് വരാമെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ ജാനകി ഭയങ്കര വിഷമിച്ചിരിക്കുക. ഞാൻ വരുന്നില്ല വല്യമ്മേ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വരണമെന്നുണ്ട്. പക്ഷെ വന്നിട്ടും ഒരു കാര്യമില്ല.
വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ നയനയും ആ നവ്യൊക്കെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനേ നോക്കൂ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് അനാമിക വാശി പിടിക്കണം. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല